भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 666 ദിവസത്തിലേക്ക് എത്തുമ്പോൾ 70 അധ്യായം, ദശമസ്കന്ധത്തിലെ 70 അധ്യായത്തിൽ 11 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഭഗവാൻ പശുക്കള്, ബ്രാഹ്മണര്, ദേവന്മാര്, വൃദ്ധന്മാര്, ഗുരുനാഥന്മാര് ഇവരെയും അതേപോലെ സകല ഭൂതജാലങ്ങളെയും സർവചരാചരങ്ങളെയും നമസ്കരിച്ച് തന്നെ വിഭൂതികളായ മംഗളവസ്തുക്കളെ സ്പർശിക്കുന്നു. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭിർഭൂഷണൈസ്വീയർ ദിവ്യസ്രഗനുലേപനൈ. നരലോക വിഭൂഷണം, ഈ നരലോകത്തിന്, ഭൂലോകത്തിന് അലങ്കാരമായിരിക്കുന്ന തൻ്റെ ശരീരത്തെ ആത്മാനം വാസോഭി വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളെ കൊണ്ടും അതേപോലെ സ്വീയൈ ആത്മീയങ്ങളായ ഭൂഷണൈ അലങ്കാരങ്ങളെ കൊണ്ടും ദിവ്യസ്രഗനുലേപനൈ ദിവ്യമായ മാല, കുറിക്കൂട്ട എന്നിവ കൊണ്ടും ഭൂഷയാമാസ അലങ്കരിച്ചു. ദിവ്യമംഗള ശരീരമാണ് ഭഗവാന്റെ. പീതാംബരപ്പട്ടൊക്കെ കൊടുത്ത് കൗസ്തുഭം തുടങ്ങിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് വനമാല തുടങ്ങിയ മാലകള്, വിശേഷമായിട്ടുള്ള അംഗരാഗം ആ കുറിക്കൂട്ടുകൊണ്ട് അലങ്കരിച്ച് ഭംഗിയായി ആ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എങ്ങടാ സുധർമ്മ എന്ന തൻ്റെ സഭയിലേക്ക്. അവേക്ഷ്യാജ്യം തഥാദർശം ഗോവൃഷദ്വിജദേവത കാമാംശ്ച സർവവർണാനാം പൗരാന്ത പുരചാരിണാം പ്രദാപ്യ പ്രകൃതി കാമേ പ്രദോഷ്യ പ്രത്യനന്ദത. ആജ്യം നെയ്യ്, അതേപോലെ ആദർശം എന്ന് പറഞ്ഞ കണ്ണാടി, ഗോവൃഷദ്വിജദേവത പശു, വൃഷം, കാള, ബ്രാഹ്മണൻ, അതേപോലെ തന്നെ തൻ്റെ ആ ഉപാസ്യ ദേവത ഇവരെയൊക്കെ കാണുക. അങ്ങനെയാണ് യാത്ര പുറപ്പെടുമ്പോൾ അങ്ങനെ വേണമെന്നാണ്. സർവവർണാനാം പൗരാന്ത പുരചാരിണാം സകല ജാതിക്കാരുടെയും എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ടവരുടെയും പുരവാസികൾ, അതേപോലെ തന്നെ അന്തഃപുരത്തിലുള്ളവര്
ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളെ, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് ചോദിച്ച് പ്രജകളെ കാമൈ ആഗ്രഹങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ച് പ്രത്യനന്ദത അവനവൻ സന്തോഷിച്ചു എന്നാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്തു, ഒരുക്കമൊക്കെ കഴിഞ്ഞു ഭഗവാൻ. അതിനുശേഷം വിശേഷമായിട്ടുള്ള വസ്തുക്കളെ കാണുക, ശ്രേഷ്ഠ പദാർത്ഥങ്ങൾ നോക്കണം യാത്ര പുറപ്പെടുമ്പോൾ. അതനുസരിച്ചാണ് നെയ്യ്, കണ്ണാടി, പശു, കാള, ബ്രാഹ്മണര്, അതേപോലെ താൻ ഉപാസിക്കുന്ന ആ ഈശ്വര ചൈതന്യം, ഇതിനെയൊക്കെ കാണുക, ആലോകനം ചെയ്യാന്നാ പറയാ. പിന്നെ എല്ലാവരുടെയും ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, അതേപോലെ അന്തഃപുരത്തിലുള്ളവര്, പ്രജകളുടെ, ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിനൊരു പരിഹാരം കാണുക. ആർക്ക് എന്താ ആവശ്യമോ അതൊക്കെ സാധിപ്പിച്ചു, എല്ലാവർക്കും വേണ്ടുന്നതൊക്കെ സാധിപ്പിച്ചു. അത് കാണുമ്പോൾ അവർക്കും സന്തോഷം, ഭഗവാനും സന്തോഷം. അങ്ങനെ സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനൈ സുഹൃത പ്രകൃതിർധാരാനുപായുക്ത തതസ്വയം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്ലോകാണത്. അഗ്രത, ആദ്യം തന്നെ വിപ്രാൻ, ബ്രാഹ്മണരെ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവർ, അവരെയും അതിനുശേഷം സുഹൃത, സുഹൃത്തുക്കൾ, പ്രകൃതി, പ്രജകൾ, ധാരാൻ, തൻ്റെ ഭാര്യമാർ, അന്തഃപുര സ്ത്രീകൾ, ഇവർക്കൊക്കെ സ്രക്താംബൂലാനുലേപനൈ, മാല, താമ്പൂലം, ചന്ദനം എന്നിവ കൊണ്ട് സംവിഭജ്യ, അവർക്ക് വേണ്ടതുപോലെ അവർക്ക് കൊടുത്ത് പിന്നെ താനും അതിനെ ഉപയോഗിച്ചു എന്നാണ്. ആദ്യം ബ്രാഹ്മണർക്ക്, പിന്നെ സുഹൃത്തുക്കൾക്ക്, പിന്നെ പ്രജകൾക്ക്, പിന്നെ ഭാര്യമാർക്ക് മാല, താമ്പൂലം, ചന്ദനം എല്ലാവരും തൃപ്തിപ്പെടുത്തിയതിന് ശേഷം വേണം ഗൃഹസ്ഥൻ അത് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ്. അത് ഒരു നിലയ്ക്ക് ഇങ്ങനെ ആ തത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അതേപോലെ തന്നെ താവൽ സൂത ഉപാനീയ സ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യേ ഹയേർയുക്തം പ്രണമ്യാവസ്ഥിതോഗ്രത. അത് കഴിഞ്ഞപ്പോഴോ എല്ലാവരെയും സന്തോഷിപ്പിച്ചു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് ഭഗവാൻ ഭക്ഷണം കഴിച്ചു എന്നാണ്. ആദ്യം തന്നെ ഭഗവാനല്ല ഭക്ഷണം കഴിക്കുന്നത്. ആദ്യം ബ്രാഹ്മണർക്ക്, പിന്നെ സുഹൃത്തുക്കൾക്ക്, പിന്നെ പ്രജകൾക്ക്, പിന്നെ തൻ്റെ ഭാര്യമാർക്ക്, അതിനുശേഷം സ്വയം, അവസാനം താനും ഇതിനെയൊക്കെ സ്വീകരിച്ചു. അപ്പോഴേക്കും സൂതൻ, സാരഥി, സുഗ്രീവാദ്യൈ ഹയൈ, സുഗ്രീവ മേഘപുഷ്പബലാഹകൈ, ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകൈ എന്നാണ്. ആ 4 കുതിരകളാണ്. അങ്ങനെ സുഗ്രീവാദികളാകുന്ന കുതിരകളാൽ യോജിപ്പിക്കപ്പെട്ട വളരെ വിശേഷമായിട്ടുള്ള സ്യന്തനം, ആ തേര്, ഉപാനീയ, മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ദാരുകൻ പ്രണമ്യ, നമസ്കരിച്ച് മുമ്പിൽ വന്നിങ്ങനെ നിന്നു. ഭഗവാന്റെ പരമാത്ഭുതമായിരിക്കുന്ന തേര് അത് കൊണ്ടുവന്ന് നിർത്തി ഭഗവാനെ നമസ്കരിച്ചു. ആ തേരിന്റെ മുമ്പിലായിട്ട് തൊഴുതും കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കണു. അങ്ങനെ ഗൃഹീത്വാ പാണിനാ പാണി, പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? സാരഥേ സ്തമധാരുഹൽ, സാരഥേ പാണിനാ ഗൃഹീത്വ, സാരഥിയുടെ, ദാരുകന്റെ ആ കയ്യ് സ്വയം കൈ കൊണ്ട് പിടിച്ചിട്ട് സാരഥിയുടെ ആ അഞ്ജലി ബദ്ധായിട്ട് നിൽക്കുകയാണ് സാരഥി. അപ്പൊ ആ തൊഴുത് നിൽക്കുന്ന 2 കൈയിനെയും ഭഗവാൻ തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ടോ സാത്യകിയോടും ഉദ്ധവനോടും കൂടി ആ രഥത്തിലേക്ക് കയറി. ഭാസ്കര ഇവ പൂർവാദ്രിം ഇവ, സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്നത് പോലെ ഭഗവാൻ, ഉദയപർവ്വതം പോലെ അത്യുന്നതമായ ആ തേരിലേക്ക് ഭഗവാൻ മെല്ലെ കയറി. ഈക്ഷിതോന്തപുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതൈ കൃച്ഛാൽ വിസൃഷ്ടോ നിരകാൽ ജാതഹാസോ ഹരന്മന. അത് കഴിഞ്ഞിട്ടോ രഥത്തിൽ കയറി അന്തപുര സ്ത്രീണാം, അന്തപുരത്തിലുള്ള സ്ത്രീകളുടെ, ഭാര്യമാരുടെയൊക്കെ സവ്രീഡ പ്രേമ വീക്ഷിത, ലജ്ജയും പ്രേമവും ചേർന്ന നോട്ടം. ഈക്ഷിത, അതിനാൽ ഈക്ഷിക്കപ്പെട്ടവനായി, കാണപ്പെട്ടവനായി. കൃച്ഛാൽ വിസൃഷ്ട, വളരെ ബുദ്ധിമുട്ടി അവിടുന്ന്
അവരെ വിട്ടുപിരിഞ്ഞ് ജാതഹാസ പുഞ്ചിരിച്ചും കൊണ്ട് മനഹ ഹരൻ നിരകാൽ മനസ്സിനെ ഹരിച്ചു. മാനസചോരനാണ് അല്ലേ ഭഗവാൻ. ഇങ്ങനെ തേരിൽ കയറി പോകാനായിട്ട് ഭഗവാൻ രഥത്തിലേക്ക് കയറിയപ്പോൾ അന്തഃപുര സ്ത്രീകൾ അവിടെ നിരന്നു വന്നു നിന്നു. വളരെ ചിലർ താഴ്ത്തി നിൽക്കേണ്ട ലജ്ജ കാരണം ചിലരെ കടക്കണ്ണ് കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രേമത്തോടു കൂടി. അത് കുറച്ചു നേരം ആസ്വദിച്ചു നിന്നു. എന്നിട്ടോ അപ്പോ അവര് തന്നെ ശരി പൊക്കോളൂ എന്നുള്ള രീതിയിൽ ചില സംജ്ഞകള്, നേത്രാന്ത സംജ്ഞ എന്നൊക്കെ പറയും. കാരണം എന്താ, അവര് പറഞ്ഞു പൊക്കോളൂ, ആ തലയൊന്നിങ്ങനെ അനക്കി കണ്ണുകൊണ്ട് ശരി എന്ന് കാണിക്കുന്നു. അപ്പോ ഭഗവാനോ അവരെ നോക്കി മനോഹരമായി മന്ദഹസിച്ചു. എന്നിട്ട് മെല്ലെ ആ തേര് അവിടുന്ന് ദാരുകൻ തെളിക്കാനായിട്ട് തുടങ്ങി. തേര് മുന്നോട്ട് പോണു. സുധർമാഖ്യാം സഭാം സർവൈ വൃഷ്ണിഭി പരിവാരിത പ്രാവിശൽ എന്നിവിഷ്ടാനാം നസ്യന്ത്യംഗ ഷഡൂർമയ. ഷഡൂർമികൾ, ഇവിടെ ഷഡൂർമികൾ എന്തൊക്കെയാണ്? പ്രാണധർമ്മങ്ങളാണ് വിശപ്പ്, ദാഹം. മനസ്സിന്റെ ധർമ്മം ശോകം, മോഹം. ശരീരധർമ്മം ജരാമരണം. ഈ 6 ധർമ്മങ്ങൾ, ഇതിനെയാണ് ഷഡൂർമികൾ. ഊർമി എന്ന് പറഞ്ഞ തിരമാല. ഒന്നിനോട് ഒന്ന് തുടർച്ചയായി ഉണ്ടാകുകയാണ് ചെയ്യുക. വിശപ്പ്, ദാഹം പ്രാണന്റെ ധർമ്മം. മനസ്സിന്റെ ധർമ്മോ ശോകവും മോഹവും. ശരീരത്തിന്റെ ധർമ്മം ജര, മരണം, മൃത്യു. ഇങ്ങനെ സർവൈ പരിവാരിത സുധർമാഖ്യാം സഭാം പ്രാവിശൽ. സകല വൃഷ്ണികളാലും പരിവൃതനായി ഭഗവാൻ ആ സുധർമ്മ എന്നു പേരുള്ള തൻ്റെ സഭയിലേക്ക് ചെന്നു. ഇപ്പോൾ പ്രത്യേകം എല്ലാ ഗൃഹത്തിൽ നിന്ന് ആളുകൾ പോയി. അവസാനം ഭഗവാൻ മറ്റുള്ളവരാൽ പരിവാരിതനായി അവിടേക്ക് എത്തിച്ചേർന്നു. ആ സഭയിലെ പ്രത്യേകതകൾ എന്താ? ഇതാണ് പറഞ്ഞ് ഷഡൂർമി രഹിതമാണ് അവിടെ. നസ്യന്തംഗ ഷഡൂർമയ എന്നാണ്. ഹേ പരീക്ഷിത്തെ, അവിടെ എന്നിവിഷ്ടാനം അതിൽ പ്രവേശിച്ച ആളുകൾക്ക് ഷഡൂർമയ ന സന്ധി, ഒരിക്കലും അവർക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ പ്രശ്നങ്ങൾ, സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മൃത്യു, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതാണ് സുധർമ്മയുടെ പ്രത്യേകത, ഭഗവാന്റെ ആ സഭയുടെ പ്രത്യേകത. അവിടെ ഭഗവാൻ എത്തിയിട്ടോ തത്രോപവിഷ്ട പരമാസനേ വിഭുർ ബഭൗ സ്വഭാസാ കകുഭോവഭാസയൻ വൃതോ നൃസിംഹേര്യദുഭിര്യദുത്തമോ തഥോടുരാജോ ദിവി താരകാഗണൈ. ഭഗവാൻ അവിടെ പരമാസനേ ഉപവിഷ്ട, ഏറ്റവും ശ്രേഷ്ഠമായ സിംഹാസനത്തിൽ ഇരുന്നിട്ട് സ്വഭാസ തൻ്റെ കാന്തി കൊണ്ട് കകുഭ അവഭാസയൻ ദിക്കുകളെ മുഴുവൻ ശോഭിപ്പിക്കുന്നവനായി നൃസിംഹൈ യദുഭി വ്രത നരശ്രേഷ്ഠന്മാരായിരിക്കുന്ന യദുക്കളാൽ ചുറ്റപ്പെട്ട യദൂത്തമഹ യദുക്കൾ ഭഗവാൻ യദൂത്തമൻ, യദുക്കളിൽ ശ്രേഷ്ഠൻ ആയിരിക്കുന്ന ഭഗവാൻ ദിവി താരകാഗണൈ വ്രത ഉടുരാജാത് യഥ ആകാശത്തിൽ താരകാജാലങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ ചന്ദ്രൻ എന്നതുപോലെ ബഭൗ പ്രകാശിച്ചു എന്നാണ്. നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രന്റെ ഓർമ്മ എല്ലാവർക്കും ഭഗവാനെ കാണുമ്പോൾ വരുന്നതാണ്. നക്ഷത്രങ്ങളുടെ പ്രകാശം വളരെ ചെറുതാണ്. ചന്ദ്രനോ ഭഗവാന്റെ തൂമന്ദഹാസം ചന്ദ്രിക പോലെ ആ പാലൊളി അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ ദിവ്യമായ സാന്നിധ്യത്തിൽ. തത്രോപമന്ത്രിണോ രാജൻ ജ്ഞാനാഹാസ്യരസൈർവിഭും ഉപതസ്ഥുർനടാചാര്യ നർത്തക്യസ്താണ്ഡവൈ പൃഥക്ക. പരീക്ഷിത്തെ തത്ര ഉപമന്ത്രിണ ഉപമന്ത്രിമാര് ജ്ഞാനാഹാസ്യരസൈ പലതരത്തിലുള്ള ഹാസ്യരസങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ നടാചാര്യ നടന്മാരുടെ ആചാര്യന്മാരും നർത്തകികളും പൃഥക്ക് താണ്ഡവൈ വെവ്വേറെ താണ്ഡവങ്ങൾ കൊണ്ടും ഭഗവാനെ സേവിച്ചു. ഇന്ന് നമ്മൾ കാണും കലാകാരന്മാർ ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യുന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്നുള്ളത് ഒരർത്ഥത്തിൽ ഭഗവാന്റെ സുധർമാ സഭ പോലെയാണ്. ആ സഭയിൽ ഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം
നമുക്ക് അനുഭവപ്പെടും. ഓരോ നർത്തകികളും അതേപോലെ കലാകാരന്മാര് അവരവരുടേതായിട്ടുള്ള സമർപ്പണങ്ങൾ ഭഗവാന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സഭയിൽ പലതരത്തിൽ പരിഹാസം ചെയ്യാൻ വലിയ കൗശല്യമുള്ള വിദൂഷകന്മാര്, നേരം പോക്കുകൾ അല്ല ചിരിപ്പിക്കുന്ന നേരം പോക്കുകളൊക്കെ പറയും. അതേപോലെ നടന്മാരെ അഭിനയം കൊണ്ട്, നർത്തകികള് അവരുടെ നർത്തനം കൊണ്ട്, ഇപ്പൊ താണ്ഡവമുണ്ട്, ലാസ്യമുണ്ട്, അങ്ങനെ അവരുടെ ശൃംഗാരാദി രസങ്ങളെ കൊണ്ട്, നവരസങ്ങൾ നിറഞ്ഞ നൃത്തങ്ങൾ കൊണ്ടൊക്കെ ഭഗവാനെ സേവിച്ചു അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചു. മൃദംഗ വീണാമുരജ വേണുതാളധരസ്വനൈ നൃജഗുസ്തുഷ്ടുവുശ്ച സൂതമാഗധ ബന്ദിന. ഇവിടെ നർത്തനം ചെയ്യുക, പാട്ടുപാടുക, സ്തുതിക്കുക. ധരം എന്ന് പറഞ്ഞാൽ ശംഖ്, മൃദംഗം, വീണ, മുരജം, വേണു, താളം, ശംഖം, ഇങ്ങനെയുള്ള വാദ്യങ്ങൾ കൊണ്ട് ഭഗവാന് സമർപ്പണം ചെയ്യുക. ചില ആളുകള് ഓടക്കുഴു വായിക്കണു, ചില ആളുകൾ മൃദംഗം വായിക്കണു, ചില ആളുകള് വീണ വായിക്കണു. ഇങ്ങനെ ഓരോ തരത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുക. പിന്നെ ഭഗവാന്റെ മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിക്കുകയും പാടുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യണു നിരവധി ആളുകൾ. തത്രാഹുർബ്രാഹ്മണ കേചിദാസീന ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യയശസാം രാജ്ഞാം ചാകഥയൻ കഥാ. തത്ര ആസീന കേചിത് ബ്രാഹ്മണ ബ്രഹ്മ ആഹു. അവിടെ വന്നിട്ടുള്ള ചില ബ്രാഹ്മണര് മന്ത്രത്തെ പറഞ്ഞു. ആശീർവാദം എന്നുള്ള രീതിയിൽ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ തുടങ്ങി. പിന്നെയോ വാദകുശലന്മാരായിട്ടുള്ള ആളുകള് പുണ്യേഷസാം പൂർവേഷാം രാജ്ഞാം കഥ അകഥയൻ. മുമ്പുണ്ടായിരുന്ന ഭഗവാന് മുമ്പുള്ള ആ യദുവംശത്തിലെ രാജാക്കന്മാരുടെ കഥകൾ, പുണ്യകർമ്മങ്ങൾ ചെയ്ത് പൂർവ്വരാജാക്കന്മാരുടെ കഥകളൊക്കെ ഭംഗിയായിട്ട് അവിടെ ഉറക്കെ പറഞ്ഞു ഭഗവാന്റെ മുമ്പിൽ. തത്രൈക പുരുഷോ രാജന്നാഗതോ അപൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതീഹാരൈ പ്രവേശിത. ഈ സമയത്ത് പരീക്ഷത്തെ അപൂർവദർശന ഏക പുരുഷ, മുമ്പ് അതുവരെ അവിടെ കാണാത്തൊരു പുരുഷൻ, ഒരാള് തത്ര ആഗത, അവിടെ വന്നപ്പോ പ്രതീഹാരൈ ദ്വാരപാലകന്മാരും എന്ന് പറഞ്ഞു. ഭഗവാനോട് വിജ്ഞാപിത, ഭഗവാനെ അറിയിച്ചു, അവരാൽ അറിയിക്കപ്പെട്ടവനും പ്രവേശിത, അതേ തുടർന്ന് പ്രവേശിപ്പിക്കപ്പെട്ടവനും ആയി മാറി എന്നാണ്. ഭഗവാന്റെ അടുത്തേക്ക് ഒരാള് മുമ്പ് അവിടേക്ക് വന്നിട്ടില്ല, ഒരാള് കാണാൻ വന്നിട്ടുണ്ട് എന്ന് ദ്വാരപാലകന്മാർ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ശരി എങ്കിൽ അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കൂ. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാജസദസ്സിലേക്ക്, സുധർമ്മ എന്ന സഭയിലേക്ക് പ്രവേശിച്ചു. സാ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി രാജ്ഞാമാവേദയൽ ദുഃഖം ജരാസന്ധ നിരോധജം. പരേശായ കൃഷ്ണായ, പരന്മാർക്കും ഈശ്വരനായ ശ്രീകൃഷ്ണന് നമസ്കൃത്യ, ശ്രീകൃഷ്ണനെ നമസ്കരിച്ചിട്ട് കൃതാഞ്ജലി, കൈകൾ കൂപ്പി, സാ ആ വന്നവൻ, ജരാസന്ധ നിരോധജം രാജ്ഞാം ദുഃഖം ആവേദയാൽ, ജരാസന്ധനാൽ അവിടെ തടവിലാക്കപ്പെട്ട രാജാക്കന്മാരുടെ ദുഃഖത്തെ, വിഷമത്തെ അവിടെ ഭഗവാനോട് പറഞ്ഞു എന്നാണ്. രാജാക്കന്മാരെ ജരാസന്ധൻ പിടിച്ച് തടവിലാക്കിയിരിക്കുന്നു. 28,000 വരുന്ന രാജാക്കന്മാര്, അവരെ നരബലി കൊടുക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുവന്നേക്കാണ്. അവരുടെ ദുഃഖം, അവരുടെ വിഷമം, അവരുടെ കഷ്ടതകൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഈ ദൂതൻ അറിയിക്കുന്നു. യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയയുർനൃപ പ്രസഹ്യരുദ്ധാസ്തേന സന്നയുതേ ദ്വേ ഗിരിവ്രജേ. അങ്ങനെ ആ ജരാസന്ധന്റെ ദിഗ്വിജയത്തിൽ ഏ നൃപ, ഏതൊരു രാജാക്കന്മാരാണോ സന്നതിം നയയു, അവനെ അംഗീകരിക്കാതിരുന്നത്, അവനെ നമസ്കരിക്കാതിരുന്നത്, ദ്വേ അയുതേ, അയുതദ്വയ സംഖ്യയുള്ള അവർ എന്ന് പറഞ്ഞാൽ 20,800 എന്ന് പറയാറുണ്ട്. അവരെ ഗിരിവ്രജേ, ഗിരിവ്രജത്തിൽ ബലാത്കാരേണ തേന രുദ്ധാസൻ,
ഈ ജരാസന്ധനാൽ പിടിച്ചുകെട്ടപ്പെട്ടവരായി മാറി എന്നാണ്. ജരാസന്ധൻ ദിഗ്വിജയത്തിന് പോയി. ജരാസന്ധ ചക്രവർത്തി, മഗധയുടെ ചക്രവർത്തി. അങ്ങനെ ദിഗ്വിജയത്തിന് പോയപ്പോൾ ചില രാജാക്കന്മാര് ഒന്നും തന്നെ ജരാസന്ധന്റെ ഈ ചക്രവർത്തി പദത്തെ അംഗീകരിച്ചില്ല. അതേ തുടർന്ന് ഗിരിവ്രജം എന്നു പേരുള്ള ജരാസന്ധന്റെ മഗധയിലെ ഒരു കോട്ടയാണ് ഗിരിവ്രജം. ആ ഗിരിവ്രജം എന്ന കോട്ടയിൽ കൊണ്ടുപോയി ഇവരെ മുഴുവൻ 20,800 രാജാക്കന്മാരെ, നേരത്തെ 28,000 എന്ന് പറഞ്ഞ ഒരു സംശയമുണ്ട്, 20,800 എന്നാണ് സജ്ജനങ്ങൾ പറയുക. അങ്ങനെയുള്ള ആ 20,800 രാജാക്കന്മാർ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. മഗധയിൽ മാഗധൻ തടവിലാക്കിയ മാനവ വീരന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ മാധവ അങ്ങ് വന്ന് രക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ദൂതൻ അവിടെ ഭഗവാന്റെ അടുത്ത് നടത്തിയത്. തുടർന്ന് 6 ശ്ലോകങ്ങളെ കൊണ്ട് രാജാക്കന്മാർ ദൂതനോട് പറഞ്ഞയച്ച സംഗതി, ആ രാജാക്കന്മാരുടെ വാക്കുകളായിട്ട് 6 ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ
ശരണം മേ തവ ചരണയുഗം. നരഹരിരൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.